എല്ലാവർക്കും ജോക്കച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി പായസമാണ്. അപ്പോൾ ഞാൻ ഈ പായസം തയ്യാറാക്കുന്നത് ഓട്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഓട്സ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന ഒരു നല്ല പായസമാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ഒരു പാൻ ഞാനിവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാനിലേക്ക് ഞാനിവിടെ 2 സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചിട്ടുള്ള ആ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി അതിൻ്റെ ഒരു ലൈനിൽ കിടന്നിട്ട് അതൊന്ന് വെന്ത് നന്നായിട്ട് വഴണ്ട് വന്നോളും. അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി നേരമൊന്നും എടുക്കത്തില്ല. നമ്മൾ മിക്സിയിൽ അടിച്ചത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ കുറച്ച് സമയം മതി. കുറച്ച് സമയം ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വഴണ്ട് നല്ലൊരു ടേസ്റ്റിലായി കിട്ടും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാനിവിടെ 1 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓട്സ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഓട്സ് ആണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതധികം വേവൊന്നും ഇല്ലാത്ത പെട്ടെന്ന് വേകുന്ന ഒരു ഓട്സ് ആണിത്. അപ്പോൾ ഇത് നമുക്ക് നെയ്യിനകത്തൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നിടം വരെയാണ് നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉള്ളത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. എന്നാലും നമ്മൾ ഒത്തിരി നേരമൊന്നും ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചെറുതായിട്ടൊരു കളറൊന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാനിവിടെ 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല. ഒരുവിധം വേകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അധികം സമയമൊന്നും വേണ്ട. ഇത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഓട്സ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറേ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ അത് 250 ml കപ്പാണ്. അപ്പം നമ്മളൊരു 1/2 ലിറ്ററോളം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിനു മുന്നേ നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ക്യാരറ്റും ഓട്സും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൽ ഓട്സിൻ്റെ രുചി തന്നെ അങ്ങനെ അറിയാനില്ല. നമുക്കിത് എന്താണെന്നൊന്നും അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നോക്കിയിട്ട് അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണിത്. അതും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് നിങ്ങൾ എന്തായാലും ചേർക്കണം. നമ്മൾ ഉപ്പ് ചേർത്തില്ലെങ്കിൽ ഒരു വെള്ളച്ചോവ പോലുള്ള ഒരു ചൊവയായിരിക്കും. അപ്പം നമ്മുടെ ഇത് ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇച്ചിരി സമയം ഒന്ന് തിളച്ചാൽ മതി. കാരണം ഇത് ഒത്തിരി കുറുകി എടുക്കരുത്. ഓട്സ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇരുന്നിട്ട് നന്നായിട്ട് കുറുകും. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള പരുവത്തിൽ തന്നെ വേണം നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട്. നമ്മുടെ ക്യാരറ്റ് ഈ ഓട്സിൽ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു കളറും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റിൽ നല്ലൊരു ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഈ തീയൊക്കെ ഓഫ് ചെയ്യാണ്. പിന്നെ ഇതിലേക്ക് നേരത്തെ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും. നമ്മുടെ പായസം ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ശരിക്കും പായസത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറിലാണ്. അപ്പോൾ ഇത് കണ്ടോ, പായസം കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.